ഒരു കുടുംബത്തിൻ്റെ യഥാർത്ഥ അടിത്തറ വിശ്വാസവും സ്നേഹവുമാണെങ്കിൽ ആ വിശ്വാസത്തിന് കൂടുതൽ കരുത്തു പകരുന്നത് ദൈവവചനമാണ്. ദൈവവചനത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുന്ന കുടുംബത്തെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. നൂറുമേനി സീസൺ 4 ഗ്രാൻഡ് ഫിനാലയിലേക്ക് കടക്കുമ്പോൾ ആ ഒരു ദൈവസ്നേഹം അറിഞ്ഞ ദൈവവചനത്തിലൂടെ ആ ഒരു ജീവിതത്തിലേക്ക് ഇങ്ങനെ മനോഹരമായൊരു യാത്ര നടത്തുന്ന കുടുംബം ജിസ ആൻഡ് ത്രേസ്യാമ്മ രണ്ടുപേരാണ് നമ്മുടെ കൂടെയുള്ളത്. അപ്പോൾ ആദ്യം ഇഷ്ടമുള്ള വചനം ഏതാണ് എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഇൻ്റർവ്യൂ സംസാരം നമുക്ക് തുടരാം അല്ലേ? ജിസ, ഏതാണ് ജിസയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു വചനം? അൽഫോൻസാമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട വചനമാണ് എന്നെ ഏറെ സ്വാധീനിച്ചത്. യോഹന്നാൻ 12:24. ഗോതമ്പുമണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും, അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും. ഇതാണ് എന്നെ ഈ വർഷത്തെ നൂറുമേനിയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വചനം. ഈ വർഷത്തെ നൂറുമേനിയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വചനം എന്ന് പറയുമ്പോൾ എനിക്ക് അടുത്തൊരു ചോദ്യം ചോദിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നൂറുമേനിയുടെ സീസൺ 4 ആണ്. നൂറുമേനി ഈ കഴിഞ്ഞ 3 സീസണിലും ജിസയും ഫാമിലിയും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കഴിഞ്ഞ 3 സീസണിലും പങ്കെടുത്തിട്ടുണ്ട്. ഇപ്പോൾ 4ാമത്തെ സീസണിലേക്ക് കയറി നിൽക്കുകയാണ്. ഈ ഒരു സമയം തോന്നുന്ന ഒരു അനുഭവം എന്താണ്? സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഈ മേഖലയിലേക്ക് വരാൻ കാരണം തന്നെ ഞങ്ങളുടെ പേരൻസാണ്. അച്ഛനും അമ്മയുമാണ് ഞങ്ങളെ ഈ ക്വിസ് മേഖലയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ സൺഡേ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലേ ഞങ്ങൾ പല മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിന് ഞങ്ങളെ അച്ഛനും അമ്മയും രണ്ടുപേരും ഒരുപോലെ ഞങ്ങളെ കൊണ്ടുപോയിട്ടുണ്ട്. എന്നെയും ചേട്ടനെയും അനിയനെയും എവിടെ ക്വിസ് മത്സരം ഉണ്ടെങ്കിലും അവിടെ ഞങ്ങളെ കൊണ്ടുപോയി പങ്കെടുപ്പിച്ചിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് കിട്ടിയ ഒരു എനർജിയാണ് ഇപ്പോഴും ഓരോ മത്സരങ്ങൾക്ക് പങ്കെടുക്കാനും ഇപ്പം നൂറുമേനിലേക്ക് പങ്കെടുക്കാനും ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞ ആ ഇൻട്രോ പോലെ തന്നെ യഥാർത്ഥ ഒരു കുടുംബത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ആ ഒരു സ്നേഹവും വിശ്വാസവും ഒപ്പം തന്നെ ദൈവവചനവും കൂടെ കരുത്ത് പകരുകയാണ്. അപ്പോൾ ത്രേസ്യാമ്മ ആൻറ്റിയോട് എനിക്ക് ചോദിക്കാനുള്ളത്, കുഞ്ഞുങ്ങളെ ഇവരുടെ കുട്ടിക്കാലം തൊട്ട് ദൈവവചനം പഠിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഞാൻ നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതായത് എങ്ങനെയാണ് ഈ മത്സരങ്ങളിലേക്ക് അല്ലെങ്കിൽ ക്വിസ് മത്സരങ്ങളിലേക്കൊക്കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടാണോ വരാറുള്ളത്, അതോ ചുമ്മാ ഒരു എന്തായാലും വചനം പഠിക്കണം ആ ഒരു മൈൻഡോടെ ആയിരുന്നോ? അല്ല, എൻ്റെ ചെറുപ്പകാലം തൊട്ടേ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനെ മത്സരങ്ങളൊക്കെ പങ്കെടുക്കാൻ. എൻ്റെയൊക്കെ ചെറുപ്പകാലത്തിന് അങ്ങനെ മത്സരങ്ങളൊന്നും കാര്യമായിട്ടില്ല. നമ്മൾ DCL, KCSL, മിഷൻ ലീഗ് അങ്ങനെയുള്ള സംഘടനകൾ വഴി വന്ന് KCSL പിന്നെ സ്റ്റഡി സർക്കിൾ അങ്ങനെയുള്ള പരിപാടികളൊക്കെ പങ്കെടുത്ത് പിന്നെ ഞാൻ കൂടുതലും ലോഗോസ് ക്വിസിൻ്റെ സമയത്താണ് ഇതിലേക്ക് കൂടുതലും ആയത്. അത് കഴിഞ്ഞ് പിന്നെ കുഞ്ഞുങ്ങളെയും ആ ലെവലിൽ കൊണ്ടുവന്നു. 2ാം ക്ലാസ് സൺഡേ സ്കൂളിൽ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ട് മൂത്ത മോനെയും അത് കഴിഞ്ഞ് എനിക്ക് 3 മക്കളാണുള്ളത്. അപ്പോൾ 3 പേരെയും ആ ഒരു ലെവലിലേക്ക് കൊണ്ടുവന്നു. ആദ്യമേ ഞാൻ ഇവർക്ക് വായിക്കാനായിട്ടൊന്നും അത്രയും അറിയത്തില്ലല്ലോ, അപ്പോൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കി പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കുമായിരുന്നു. അങ്ങനെ കൊണ്ടുവന്ന് ഒരു 6ാം ക്ലാസ്സൊക്കെ ആയപ്പോൾ തൊട്ട് പിന്നെ ഇവർ തനിയെ പഠിക്കാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾ തിരുവനന്തപുരം തൊട്ട് തൃശ്ശൂർ വരെ പല സ്ഥലങ്ങളിലും പോയി മത്സരിച്ചിട്ടുണ്ട്. ഓൺലൈനായിട്ട് ഓൾ കേരള ലെവലും നാഷണൽ ലെവലും എല്ലാത്തിലും പങ്കെടുക്കുക. ഇവർക്ക് എവിടെ മത്സരം ഉണ്ടെന്ന് പറഞ്ഞാലും ഇവർക്ക് പങ്കെടുക്കണം. അങ്ങനെ ഒരു ഇതിലേക്ക് വന്നു. കാരണം സമ്മാനമൊന്നൊരു പ്രശ്നമല്ല, പങ്കെടുക്കണം. അപ്പോൾ ഈ പിന്നെ മത്സരങ്ങൾക്ക് ബൈബിൾ മാത്രമല്ല, ചിലപ്പം വിസ്തൃത പുസ്തകങ്ങൾ, സഭാചരിത്രം, അങ്ങനെ പല പല പോർഷൻസ് കാണും. അപ്പോൾ ആ എല്ലാ മേഖലകളും കവർ ചെയ്തവർക്ക് പഠിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അതവരുടെ ജീവിതത്തിലും ഇപ്പോൾ ഓരോ വചനങ്ങളായിരിക്കുമല്ലോ അവർക്ക് സ്വാധീനിച്ച വചനങ്ങൾ, അതനുസരിച്ച് അവരുടെ ചരിത്രം വായിക്കുമ്പം അത് പ്രയോജനപ്പെടും. പിന്നെ സഭാചരിത്രം അതൊക്കെ മനസ്സിലാക്കാൻ പറ്റി. അങ്ങനെ വചനത്തിലൂടെ വന്ന് ഇപ്പം ലാസ്റ്റ് നൂറുമേനിയിൽ എത്തി നിൽക്കുന്നു. ഓക്കെ, നൂറുമേനി സീസൺ 3 വരെ നമ്മൾ ഭാഗമായതാണ്. ഇപ്പോൾ ഈ ഗ്രാൻഡ് ഫിനാലയിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ടപ്പോൾ തോന്നിയിട്ടുള്ളൊരു അനുഭവം എന്താണ്? ഞങ്ങളിങ്ങനെ പ്രയത്നിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ എന്നെ സ്വാധീനിച്ചിട്ടുള്ള വചനം, നിൻ്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കുക, നിൻ്റെ പദ്ധതികൾ ഫലമണിയും. സുഭാഷിതങ്ങൾ 16:3. അതനുസരിച്ചാണ് ഇന്ന് വരെ ജീവിതത്തിലെല്ലാ മേഖലകളിലും ഞാൻ പല പല മേഖലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്, സംഘടനകളിലുമൊക്കെ. അപ്പം എല്ലാം ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ട് വന്നു. ഇത് നമ്മൾ ഫൈനലിൽ കയറുക എന്നുള്ളൊരിതല്ല, ഇതിൻ്റെ അകത്ത് ഫൊറോന ലെവലിൽ വന്നവർ വരെ ഫൈനലിസ്റ്റുകളാണ്. കാരണം എല്ലാവരും പഠിച്ചിട്ട് വന്നു. കാരണം ഈ പഴയ നിയമം പഞ്ചഗ്രന്ഥി പഠിച്ചു വരിക എന്ന് പറഞ്ഞാൽ ഫൊറോന ലെവലിൽ ആ ഒരു ഇത്. അപ്പം ഇൻഡിവിജ്വൽസ് ആയിരുന്നല്ലോ കൂടുതലും വന്നേക്കുന്നത്. അവർക്ക് ഫാമിലിയിൽ നിന്ന് ഒരാളെ കൊണ്ടുവരാനില്ലാത്തതുകൊണ്ട് അപ്പം ഞങ്ങളെക്കാളും കഴിവുള്ളവർ കാണും. പക്ഷേ അവർക്ക് കൂടുതൽ വരാൻ ഒരാളില്ലാത്തതുകൊണ്ട് ഫാമിലിയായിട്ട് മത്സരിക്കാൻ പറ്റാതെ വന്നു.
പിന്നെ എല്ലാം ദൈവത്തിൽ അർപ്പിക്കുന്നു, അത്രയേ ഉള്ളൂ. എന്നും പ്രാർത്ഥിക്കുന്ന, എവിടെ പോയാലും ഏത് മത്സരത്തിന് പോയാലും ഞാൻ പ്രാർത്ഥിക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, എല്ലാവരും പഠിച്ചിട്ടാണ് വന്നേക്കുന്നത്. ഏറ്റവും കൂടുതൽ ഇതിനു വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടവർക്ക് പ്രയോജനം കൊടുക്കണമെന്ന് മാത്രമേ പ്രാർത്ഥിക്കത്തുള്ളൂ. ജിസ പഠന കാലയളവ് തൊട്ട് വളരെ കുഞ്ഞുനാൾ തൊട്ടേ അങ്ങനെ പറയാം വചനം പഠിച്ചു തുടങ്ങിയതാണ്. ഇപ്പോൾ ജോലിയായി ഈ ഒരു സമയത്ത് ഇതേപോലെ നമ്മുടെ നൂറുമേനിയിൽ പങ്കെടുക്കുന്നു. വചനം പഠിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് സമയം കണ്ടെത്തുക? ഇനി ഈ വചനങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ടിപ്പുണ്ടോ? ഞാൻ ചെറിയ ക്ലാസ് മുതലേ ഇങ്ങനെ ക്വിസ് മത്സരങ്ങൾക്ക് പങ്കെടുക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് അന്ന് മുതലേ ഒരു താല്പര്യമുണ്ടായിരുന്നു വചനം പഠിക്കുന്നതിൽ. അപ്പം ആദ്യമേ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് സമയമില്ലെന്നൊക്കെ ഓർക്കും. പക്ഷേ നമുക്കിഷ്ടംപോലെ സമയമുണ്ട് ഇത് പഠിക്കാൻ. നമ്മൾ സമയം കണ്ടെത്തി പഠിക്കുമായിരുന്നു അന്നൊക്കെ. അപ്പം നമ്മൾ സ്കൂളിൽ നിന്ന് വന്നിട്ട് നമ്മൾ സ്കൂളിലെ ഹോംവർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ സമയം കിട്ടും. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് സമയമുണ്ട്. അപ്പം നമ്മൾ ആ സമയത്ത് ഇരുന്ന് അമ്മ ഞങ്ങളെ പഠിപ്പിക്കുമായിരുന്നു. അങ്ങനെ അന്ന് മുതൽ നമ്മളിങ്ങനെ കണ്ടിന്യൂഷൻ പോലെ ഇങ്ങനെ പഠിച്ച് വന്നു. പിന്നെ ഇപ്പം ഈ സമയത്ത് ഇപ്പോൾ വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും പഠിക്കാൻ ഇപ്പം നൂറുമേനിക്കാണെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു ബുക്കുണ്ടല്ലോ പഠിക്കാൻ. അപ്പം അതിൽ വചനങ്ങൾ പല ഭാഗത്താണ് ബൈബിളിലുള്ളത്. അപ്പം അമ്മ എനിക്കത് ഓർഡറിൽ എഴുതി തരും. കറക്റ്റ് ഓർഡറിൽ എഴുതി തന്നിട്ട് ഞാൻ ബസ്സിലാണ് ജോലി ചെയ്യുന്ന സ്ഥലത്ത് പോകുന്നത്. അപ്പം ബസ്സിൽ പോകുന്ന വഴി ഞാൻ കുറച്ച് പഠിക്കും, തിരിച്ച് വരുന്ന വഴിയാണെങ്കിലും കുറച്ച് പഠിക്കും, പിന്നെ വീട്ടിൽ വന്നും കുറച്ച് അതിൻ്റെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പഠിക്കും. അങ്ങനെയാണ് ഞാൻ ഇപ്പം സമയം കണ്ടെത്തുന്നത്. അപ്പം നമ്മളോർക്കും നമുക്ക് സമയമില്ലെന്ന് ഓർത്ത് നമ്മൾ പഠിക്കാതിരിക്കരുത്, നമ്മൾ സമയം കണ്ടെത്തി പഠിക്കണം. അപ്പം അങ്ങനെ നമുക്ക് പഠിക്കുവാണെങ്കിൽ നമുക്ക് കൂടുതൽ ആൾക്കാർക്ക് പ്രചോദനമാകും നമ്മൾ പഠിക്കുന്നത് കണ്ടിട്ട്. ഇപ്പോൾ വചനം പഠിച്ചു തുടങ്ങി അല്ലെങ്കിൽ വചനം കൂടുതൽ അറിഞ്ഞു തുടങ്ങിയതിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്? കുറേയധികം അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് പോലെ തോന്നിയിട്ടില്ലേ ത്രേസ്യാമ്മ ആൻറ്റിക്ക്? തീർച്ചയായിട്ടും ഉണ്ട്. മോളുടെ ജോലിക്കാരൻ തന്നെ അതിൻ്റെ അകത്തൊരു പ്രധാന ഘടകമാണ്. ഞങ്ങൾക്ക് ഇതുപോലെ അതിരമ്പുഴയിലൊരു ക്വിസ് ഉണ്ടായിരുന്നു, ഷെന്താളമ്മയുടെ ഒരു ക്വിസ്. അത് ഓൾ കേരള ലെവലിൽ 2 ഘട്ടം ഓൺലൈൻ കഴിഞ്ഞിട്ട് പിന്നെ ഫൈനലിലേക്ക് 5 ടീമിനെ എടുത്തുള്ളതായിരുന്നു. അപ്പോൾ അത് തലശ്ശേരി രൂപതയിൽ നിന്ന് 2 ടീം, കാഞ്ഞിരപ്പള്ളി, പാല ഓരോ ടീം, ചങ്ങനാശ്ശേരി, നമ്മൾ 5 ടീമായിരുന്നു. അപ്പോൾ അന്ന് അതേ ദിവസം തന്നെയായിരുന്നു മോൾക്ക് PSCയുടെ എക്സാം വന്നേക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, PSC എഴുതണമല്ലോ എന്നുള്ള ഒരു ഇത് വന്നു. അപ്പോൾ അത് ക്യാൻസൽ ക്വിസ് ക്യാൻസൽ ചെയ്യാമെന്നുള്ളൊരു ഇത് വന്നേച്ച് പിന്നെ ഞങ്ങൾ ഓർത്തു കോട്ടയത്ത് അതിരമ്പുഴയിലാണ് ക്വിസ്, നാട്ടകത്താണ് PSCയുടെ എക്സാം. അപ്പം ഞങ്ങൾ പറഞ്ഞു ഏതായാലും പോകാം, നമുക്ക് ഫാമിലി ആയിരുന്നു. അപ്പോൾ ഞാനും ഹസ്ബൻഡും മോളും കൂടെ പോയത്. അപ്പോൾ എന്താണേലും പോകാം, 12:30 വരെ ഉള്ള സമയം നമുക്ക് അറ്റൻഡ് ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ ക്വിസ് മാസ്റ്ററോടും പറഞ്ഞു 12:30 വരെ അവരുടെ പിന്നെ ജനറൽ ഞങ്ങൾ മാറിക്കഴിഞ്ഞാൽ 6ാം സ്ഥാനക്കാരെ ഇതിൻ്റെ അകത്തോട്ട് എടുക്കും. പക്ഷേ 6ാം സ്ഥാനം വന്നേക്കുന്നത് പിന്നെ പാലാ രൂപതയാണ്. അപ്പം നമ്മുടെ രൂപതയ്ക്ക് അവിടെ ഒരു പ്രാതിനിധ്യം ഇല്ലാതെ പോകും. ഷെന്താളമ്മ നമ്മുടെ രൂപതക്കാരെത്തി. അപ്പം നമ്മുടെ രൂപതയ്ക്ക് ഒരു പ്രാതിനിധ്യം ഇല്ലാതെ പോകുമല്ലോ എന്നോർത്താണ് ഞങ്ങൾ ക്വിസും കൂടെ അറ്റൻഡ് ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോൾ ചെന്നപ്പോഴേ ക്വിസ് മാസ്റ്ററോട് പറഞ്ഞു 12:30 വരെ ഞങ്ങൾ അറ്റൻഡ് ചെയ്യത്തുള്ളൂ, അതുവരെയുള്ള മാർക്ക് മതി, അത് കഴിഞ്ഞ് എക്സാമിന് പോകണമെന്ന് പറഞ്ഞു. അതെല്ലാം ദൈവം നടത്തി തരുമെന്ന് പറഞ്ഞ് റോബിനച്ഛനായിരുന്നു, ഇപ്പം തറപ്പിതാവിൻ്റെ സെക്രട്ടറി ആയിരുന്ന അച്ഛനായിരുന്നു. അച്ഛൻ പറഞ്ഞു അതെല്ലാം ദൈവം നടത്തി തരുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സംഭവിച്ചു. 12:25 ആയപ്പോൾ മത്സരം കഴിഞ്ഞു. ക്വിസിന് ഫസ്റ്റ് കിട്ടി, മോക്ക് എക്സാം എഴുതാൻ പറ്റി, അവൾക്ക് എക്സാം പാസ്സാകാനും പറ്റി, ഇപ്പം ജോലിയായി. അങ്ങനെ PSC ടെസ്റ്റ് എഴുതി അതും പാസ്സായി, നമ്മളെ ക്വിസിനും പാസ്സായി. വേറൊരു അത്ഭുതം കൂടെ ഉണ്ട് അല്ലേ? മോൻ്റെ കാര്യത്തിലും ഉണ്ട്. മോന് +2 പഠിക്കുന്ന സമയത്ത് ഇതുപോലെ കാവുകാട്ട് പിതാവിൻ്റെ ഒരു ക്വിസ് ഉണ്ടായിരുന്നു. അത് 2-3 ഘട്ടം ചങ്ങനാശ്ശേരി വെച്ച് നടത്തിയിട്ട് നടത്തണം, ഫൈനൽ ഷൂട്ടിങ് ചെയ്യണമെന്ന് പറഞ്ഞ് ഡിവൈനിൽ പോകണമായിരുന്നു. അപ്പോൾ അത് മോൻ്റെ വൈവയുടെ എക്സാമിൻ്റെ അന്നാണ് കറക്റ്റ് വന്നത്, +2 കഴിഞ്ഞ്. അപ്പം വൈവ മാറ്റി വെക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ക്വിസിന് പകരം ഒരാളെ വിടാനും പറ്റത്തില്ല. അങ്ങനെ വന്ന് എന്ത് ചെയ്യണമെന്ന് അപ്പോൾ ക്വിസും മാറ്റി വെക്കാൻ പറ്റത്തില്ല എന്ന് അവർ പറഞ്ഞു. പിന്നെ ഞാൻ രണ്ടും കൽപ്പിച്ച് ഞാൻ സ്കൂളിൽ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു കോട്ടയത്തു നിന്നുള്ളൊരു മിസ്സാണ് വൈവയ്ക്ക് വരുന്നത്, മിസ്സിനോടൊന്ന് കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവൻ്റെ മാത്രമായിട്ടെങ്കിലും പിറ്റേ ദിവസത്തേക്ക് വൈവ അല്ല, അതുകൊണ്ട് പിറ്റേ ദിവസത്തേക്ക് ഒന്ന് മാറ്റി തരാമോ എന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ മിസ്സ് പറഞ്ഞു കുഴപ്പമില്ല, നല്ലൊരു കാര്യത്തിനല്ലേ പോകുന്നത് എന്നും പറഞ്ഞ് മിസ്സ് കംപ്ലീറ്റ് ആ ബാച്ചുകാരുടെ മൊത്തം വൈവ പിറ്റേ ദിവസത്തേക്ക് മാറ്റി തന്നു. അങ്ങനെ വന്ന് അതും അവിടെയും പോയി ഇവിടെയും പോയി എല്ലാം ഒരു രീതി. നമുക്കിപ്പം വചനം പഠിക്കുന്നത് കൊണ്ട് പിന്നെ പരീക്ഷയോ പഠിത്തത്തെ ഒന്നും അത് ബാധിക്കുകയല്ല. അത് എൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അതെനിക്ക് അനുഭവമാണ്. അതുകൊണ്ട് എല്ലാ കുട്ടികളോടും എനിക്ക് പറയാനുള്ളത് ഈ കൂട്ടത്തിൽ വചനം നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലൊക്കെ വചനം പഠിക്കുക. ഒരു മത്സരമായിട്ട് കാണണ്ട, വചനം പറ്റുന്ന അത്രയും പഠിക്കാനായിട്ട് ശ്രമിക്കുക.
നൂറുമേനി സീസൺ 4 ഗ്രാൻഡ് ഫിനാലയിലേക്ക് കടക്കുന്ന കുടുംബത്തെ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇവരുടെ ജീവിതത്തിൽ വചനത്തിലൂടെ ഇവർ മുന്നോട്ട് പോയതുകൊണ്ട് ഉണ്ടായിട്ടുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള വിശേഷങ്ങളെക്കുറിച്ച് നമ്മളോട് ഷെയർ ചെയ്തു. ജിസ, ഇനി ഒരാൾ കൂടി ഉണ്ട് നമുക്ക് അന്ന് നൂറുമേനിയുടെ ഗ്രാൻഡ് ഫിനാലയിൽ വേദിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. നിങ്ങൾ 3 മക്കളാന്ന് പറഞ്ഞു. ഇതിൽ ആരാണ് നമുക്കിവിടെ മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വരുന്നത്? എൻ്റെ അനിയനാണ്. അവനിപ്പോൾ ഹൈദരാബാദിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അവിടെ നിന്ന് ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി വരുന്നുണ്ട് നൂറുമേനി ഫൈനൽ മത്സരത്തിന്. ഓക്കെ, അവിടെയും ഇതേപോലെ നൂറുമേനി നമ്മുടെ ശംഷാബാദ് രൂപതയിലുണ്ട്. അവിടെ ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ നൂറുമേനി. അപ്പം അവിടുത്തെ സീസൺ 1 ആണ്. അപ്പോൾ അവൻ അവിടെയും പങ്കെടുത്തിട്ട്, അവിടെ മത്സരം നടക്കുന്നത് കൊണ്ട് അത് പങ്കെടുത്തിട്ട് അതിനുശേഷം ഇവിടെ പങ്കെടുക്കാൻ വരും. അവിടെ സുവിശേഷമാണ് പഠിക്കാനുള്ളത്, ഇവിടെ നമുക്ക് പഞ്ചഗ്രന്ഥിയാണ്. ഇപ്പോൾ രണ്ടും കൂടെ മാനേജ് ചെയ്ത് കൊണ്ടുപോയി നോക്കുന്നുണ്ട് അവൻ. നമുക്കിപ്പോൾ വചനം പഠിക്കുകയാണെന്നുണ്ടെങ്കിലും എല്ലാവരും ഒരുമിച്ചിരുന്ന് പഠിക്കുമ്പോൾ, അതായത് ഇതേപോലെ മത്സരത്തിന് വേണ്ടിയിട്ടൊക്കെ പഠിക്കുമ്പോഴത്തേക്കിനും എല്ലാവരും ഒരുമിച്ചുണ്ടെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ എളുപ്പമാകും എന്ന് പറയാറുണ്ട്. ഒന്ന് ഡിസ്കസ് ചെയ്ത്. പക്ഷേ ഇത് നിങ്ങളെല്ലാവരും പല സ്ഥലത്താണ്. ഒരാൾ കോഴിക്കോടാണ്, ഒരാൾ ഇപ്പോൾ പാലയിലുണ്ട്, ഒരാൾ നോർത്തിലാണ്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ആ ഒരു വചനം പഠിക്കാൻ വേണ്ടിയിട്ട് നൂറുമേനിക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ എങ്ങനെയാണ് നടത്തുന്നത്? ഇതിപ്പോൾ പുസ്തകം ഉണ്ടല്ലോ, വചനം പഠിക്കാനായിട്ടുള്ള പുസ്തകം, അത് കൂടുതലായിട്ടും മോളാണ് പഠിക്കുന്നത്. പിന്നെ ഞാൻ കാര്യമായിട്ട് എനിക്ക് വചനം എഴുതാൻ പറ്റിയില്ലായിരുന്നു. ഞാൻ മൂത്ത മോൻ്റെ കുഞ്ഞുള്ളതുകൊണ്ട് ഞാൻ കോഴിക്കോടാണ്. അപ്പം പിന്നെ ഇതിൻ്റെ അകത്ത് പഞ്ചഗ്രന്ഥി ഉള്ളത് കൊണ്ട് ആ ബൈബിൾ നമ്മൾ വായിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പം 3 കുഴപ്പമില്ല, ഇവിടെ വരുമ്പം ഒരേ ഐക്യത്തിലേക്ക് വന്നോളൂ. ഓക്കെ, ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവിധ ആശംസകളും. അപ്പോൾ ജിസയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള വചനം പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ടോക്ക് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം അമ്മയോട് ഞാൻ ചോദിക്കുന്നത്, അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു വചനം ഏതാണ്? ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞിരുന്നത് തന്നെ, നിൻ്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കുക, നിൻ്റെ പദ്ധതികൾ ഫലമണിയും. അതാണ് ഏറ്റവും സ്വാധീനിച്ചിട്ടുള്ളൊരു വചനം. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങളുടെ ആ ഒരു പ്രയത്നം വളരെ മനോഹരമായിട്ട് മുന്നോട്ട് പോകട്ടെ. ബാക്കിയുള്ള, അതായത് നിങ്ങളുടെ പദ്ധതികൾ ഫലമണിയും. ആ ഒരു വിശ്വാസം നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് പ്രഘോഷിക്കുകയാണ് നൂറുമേനിയിലൂടെ. അപ്പോൾ നൂറുമേനി സീസൺ 4 ഗ്രാൻഡ് ഫിനാലയിൽ എത്തിയിട്ടുള്ള കുടുംബത്തെ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി ആ ഒരു നമ്മൾ ഗ്രാൻഡ് ഫിനാലയുടെ ആ നാളുകൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ആ ഒരു നിമിഷങ്ങൾ, ഇനിയുള്ള ദിവസങ്ങളെല്ലാം വചനം പഠിച്ചുകൊണ്ട് തന്നെ ഒരു വചനം ഹൃദ്യസ്ഥമാക്കിക്കൊണ്ട് മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കട്ടെ. മത്സരത്തിൽ പങ്കെടുക്കുന്ന സമ്മാനം നേടുക എന്നുള്ളത് മാത്രമല്ല, നമുക്കത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറുകയാണ്, ജീവിതശൈലിയുടെ ഒരു ഭാഗമായി മാറുകയാണ് വചനം പഠിക്കുന്നത്. അപ്പോൾ എല്ലാവിധ ആശംസകളും അനുഗ്രഹങ്ങളും ഈ ഒരു കുടുംബത്തിനുണ്ടാവട്ടെ എന്ന് ഏറ്റവും ഹൃദ്യമായിട്ട് ആശംസിക്കുന്നു. നൂറുമേനി സീസൺ 4 ഗ്രാൻഡ് ഫിനാലയിൽ എത്തുന്ന എല്ലാ കുടുംബങ്ങൾക്കും ഒത്തിരി സ്നേഹത്തോടെ ആശംസകൾ നേരുന്നു. താങ്ക് യു.